ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീനിയർ ജോഷി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നും രാവിലെ മക്കൾക്ക് മൺഡേ ടു ഫ്രൈഡേ സ്കൂൾ കാണും, സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് കാണും. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമുക്കിപ്പോൾ ഹാർബറിൽ പോകാനുള്ളൊരു സൗകര്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ മക്കളുടെ സ്കൂളിൽ സ്വർലയ ഫെസ്റ്റ് നടക്കുന്നതിനെ കൊണ്ട് ഇന്നും നാളെയും രണ്ടുപേരും സ്കൂളിൽ പോകണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചേട്ടനും കൂടെ വിചാരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഹാർബറിൽ പോയി നോക്കാം. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് മീൻ അങ്ങനെ കിട്ടാറൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാർബറിൽ പോയി മീൻ മേടിക്കാറുണ്ട്, അങ്ങനെ ശീലമുണ്ട്. അത് ചേട്ടൻ മീൻ കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ട് അങ്ങനെ പോണതാണ്. കഴിച്ചില്ലെങ്കിലും ചേട്ടൻ ഒരുപാട് മീൻ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത് തീർക്കുക അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു 2 വർഷമെങ്കിലും ആവും ഇങ്ങനെ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മീൻ മേടിച്ചിട്ട്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ പോയി നോക്കാം മീൻ കിട്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെ ലക്ക് പോലെ ഇരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സീനിയർ ജോഷി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഗായ്സ്, രാവിലെ തന്നെ ചേട്ടന് കുളിക്കാനുള്ള പാലെത്തിയിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ ഗ്ലാമറിന്റെ രഹസ്യം ഈ പാലിൽ കുളിയാണ്, രാവിലെ തന്നെയുള്ള വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഇത് സെയിലിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഈ പാലിനെ കുറിച്ച് വളരെ ജെന്യുവനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരള സർക്കാരിൻ്റെ മിൽമ പോലെ കർണാടക സർക്കാരിൻ്റെ പാലാണ് നന്ദിനി. അപ്പോൾ ഇത് വെളുപ്പിന് രാവിലെ 6 മണിക്ക് നമ്മുടെ വീട്ടിലെത്തും. നല്ല ഫ്രഷ് പാലാണ്, പശുവിൽ നിന്ന് നേരിട്ടെടുത്ത ശുദ്ധമായ പാലാണ്. ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ കൊച്ചു കുട്ടിയൊക്കെ ഒരു വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒറിജിനൽ പാലാണ്. പാലിൻ്റെ കൂടെ തൈരും വരുന്നുണ്ട്. തൈരും നല്ല ഒറിജിനൽ തൈര് തന്നെയാണ്. തൈരിലും യാതൊരുവിധ കെമിക്കൽസും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നന്ദിനി മിൽക്കോ തൈരോ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പാക്കറ്റെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും അതിൻ്റെ ക്വാളിറ്റി. അപ്പൊ ഹാർബറിലോട്ട് പോണ എല്ലാവരും മറക്കാതെ കവർ എടുത്ത് വെച്ചോണം. കാര്യം അവിടെ ചെന്നാൽ കവറൊന്നും കിട്ടാറില്ല. പാത്രം എടുക്ക്. അപ്പൊ കവർ മാത്രം എടുത്താൽ പോരാ, ഒരു ബക്കറ്റും കൂടെ എടുത്ത് വെച്ചോ. എന്നാലേ നിങ്ങളുടെ വണ്ടിക്കകത്ത് വെള്ളം ആവാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മീനിന്റെ വെള്ളം വീണ് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ ഞാൻ ദേ ഒരു ബക്കറ്റും കവറും കൂടെ ആയിട്ടാണ് പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ പ്രേംനസീർ സാറിന്റെ സ്വന്തം നാടായ ചിറയൻകീഴ് പട്ടണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാവ്യമാധവൻ ഉദ്ഘാടനം ചെയ്ത രാജസ്ഥാൻ ജ്വല്ലറി. ഇതാണ് ഗായ്സ് ചിറയൻകീഴിന്റെ സ്വന്തം റെയിൽവേ ക്രോസ്, ലെവൽ ക്രോസ്. ഗായ്സ്, ഇതുവഴിയാണ് നമ്മൾ ശാർദല ദേവി ക്ഷേത്രത്തിൽ പോകുന്നത്. ചിറയൻകീഴിലെ വളരെ ഫേമസ് ആയ ക്ഷേത്രമാണ് ശാർദല. എല്ലാ വർഷവും കാളിയൂട്ട് കിടക്കുന്നു. ഇതാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ട്രെയിൻ. നോക്കൂ, എന്ത് വലിയ ട്രെയിനാണ് നമ്മുടെ ചിറയൻകീഴിലൂടെ പോകുന്നത്. ഗായ്സ്, ഇപ്പൊ നമ്മൾ ചിറയൻകീഴ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചിറയൻകീഴ് ബൈപ്പാസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ പെരുമാതുറയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് 2 വീലർ പോകുന്നുണ്ട്. എല്ലാവരും മീനെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോ മീൻ വന്നു തുടങ്ങിയെങ്കിൽ വണ്ടിക്കാരെല്ലാരും ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാം. ഇപ്പൊ എല്ലാരും അങ്ങോട്ട് കാലിപ്പെട്ടിയായിട്ടാണ് പോകുന്നത്. എന്തായാലും നമ്മളെന്നും ബക്കറ്റുമായിട്ടൊക്കെ വന്നാൽ മീൻ കിട്ടാറില്ല. കവറൊന്നും ഇല്ലാതെ വരുന്ന സമയത്താണ് നമുക്ക് മീൻ ഒരുപാട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നോക്കാം ഇന്നെന്താവും ഒന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ പെരുമാത്രം എത്തിയിട്ടുണ്ട്. സാധാരണ ബക്കറ്റൊക്കെ ആയിട്ട് വന്ന് നമുക്ക് മീനൊന്നും കിട്ടാറൊന്നുമില്ല. അപ്പൊ ഇന്നിനി പോയി നോക്കാം മീൻ കാണോ ഇല്ലേന്ന്. വരുന്ന വഴിയിൽ എല്ലാവരും ഓരോ കവർ മീനുമായിട്ടൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴേ മീനുള്ള ലക്ഷണമാണ്. അപ്പോൾ എന്തായാലും കടപ്പുറത്തെ തിരക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കും ബോധ്യമായി കാണും. മീനുണ്ടെങ്കിലാണ് ഇങ്ങനെ നല്ല തിരക്കുള്ളത്. മീനില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഉള്ള എല്ലാവരും അവിടെ പാട്ടും പാടിയൊക്കെ ഇരിക്കുന്നത് കാണാം. ഇന്നിപ്പോൾ എല്ലാവരും മീൻ എടുക്കുന്നേയും കൊടുക്കുന്നേയും ലേലം വിളിക്കുന്നേയും ഒക്കെ തിരക്കിലാണ്. ഇന്ന് മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് നെത്തോലിയും കൊഴിയാളയും കണവയും പിന്നെ ചൂരയും ഉണ്ട്. പക്ഷേ കൂടുതലായിട്ട് എല്ലാ ബോട്ടിലും വന്നുകൊണ്ടിരുന്നത് കണവയും നെത്തോലിയും കൊഴിയാളയായിരുന്നു. അപ്പോൾ എന്നും എല്ലാ മീനൊന്നും കാണാറൊന്നുമില്ല. ഇപ്പോൾ ഒരു ഐറ്റം മീൻ വരികയാണെങ്കിൽ ആ ദിവസം മിക്ക ബോട്ട് നിറച്ചും ഈ ഒരു ഐറ്റം മീനായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരുപാട് ബോട്ട് കടലിലും ഉണ്ട് കേട്ടോ. ഇനി ഒരുപാട് ബോട്ട് വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 7 മണി സമയമേ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു 10-11 മണി വരെയൊക്കെ നല്ല തിരക്കായിരിക്കും. ആ ഒരു ചന്ത സമയം, നമ്മുടെയൊക്കെ നാട്ടിൽ ചന്തയുടെ ഒരു സമയം 12 മണി വരെയൊക്കെയാണ്. 10 മണിയാകുമ്പോഴേക്കും എല്ലാ ചന്തയിലും മീൻ വന്ന് തുടങ്ങും. അപ്പോൾ അതുവരെ ഒരു 9 മണി വരെ ഇവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ ആൾ കുറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാമല്ലോ, ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി, എന്തായാലും കഷ്ടപ്പെട്ട് വന്നെങ്കിലും മീൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായി. അപ്പോൾ ഇവിടെ ഒരു കുട്ട മീനിന് ഇന്ന് അവർ ലേലം വിളിച്ചത്. ഒരു കുട്ട നെത്തോലിക്ക് 1000 രൂപയാണ് വിളിച്ചത്. 1000 രൂപയ്ക്കാണ് എല്ലാവരും മേടിച്ചത്. 900-നും മേടിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ നെത്തോലിയൊക്കെ കൊണ്ടുവന്ന നമ്മൾ ഒരുപാട് മീനൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറേ മീൻ നമ്മൾ ഉണക്ക മീനാക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഈ മഴയും വെയിലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് മീൻ മേടിച്ചുകൊണ്ട് വന്നാൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞത് നമ്മൾ ആവശ്യത്തിനുള്ള മീൻ മാത്രം മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. മേടിച്ച മീനൊന്നും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഏതൊക്കെ മീനാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് നിങ്ങൾ പ്രേംനസീർ സാറിൻ്റെ വീടൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇതാണ് പ്രേംനസീർ സാറിൻ്റെ വീട്. അപ്പോൾ ചേട്ടൻ ആ വീട് എത്തിയപ്പം ഭയങ്കര സ്പീഡിന് പോയി. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് സ്ലോ ചെയ്താണ് നിങ്ങൾ ആ വീട് കറക്റ്റ് കാണിച്ചത്. ഗൈസ്, അങ്ങനെ നമ്മൾ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഹൈവേയിൽ നിന്നും ഒരു 300 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് നമ്മളെ വീട് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് മീൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ മീനൊക്കെ മേടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ മേടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ വെച്ച് എന്തൊക്കെ മേടിച്ചു എന്നുള്ളൊരു ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ 150, ഒരാളിൽ നിന്ന് 150 രൂപ നെത്തോലി, ഒരാളിൽ നിന്ന് 100 രൂപ നെത്തോലി, പിന്നെ ആ ചേച്ചിയുടെ തന്നെ ബാക്കി കുറച്ച് നെത്തോലി ആയിരുന്നു. അപ്പോൾ അത് 30 രൂപയ്ക്ക്, അങ്ങനെ ടോട്ടൽ 280 രൂപയ്ക്ക് നെത്തോലി മേടിച്ചു. പിന്നെ 100 രൂപയ്ക്ക് കൊഴിയാള മീൻ മേടിച്ച്, പിന്നെ 2 ചൂര 200 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് എന്തായാലും മീനുള്ള ദിവസമാണ്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 580 രൂപയ്ക്ക് മേടിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പം ഒരു 550 രൂപയ്ക്ക് അപ്പോൾ എത്ര മീൻ കിട്ടിയെന്ന്, ഹാർബറിൽ പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മീൻ കിട്ടിയത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന്. ഇതാണ് നമ്മൾ മേടിച്ച മീൻ. വെറും 550 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും മീൻ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പം മീനുള്ള ദിവസം ഹാർബറിലോട്ട് വിട്ടാൽ നിങ്ങൾക്കും ഇഷ്ടംപോലെ മീൻ കിട്ടും. അപ്പോൾ നെത്തോലിയുടെ കൂടിയാണ് നമുക്ക് 2 ഞണ്ടിനെ കിട്ടിയത്. ഇത് ഒരു ദിവസത്തേക്കുള്ള മീനല്ല കേട്ടോ. അപ്പോൾ ഇതൊരു 3 ദിവസം 4 ദിവസമായിട്ടൊക്കെ എടുത്ത് തീർക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതിൽ ഈ കൊഴിയാള പൊരിക്കണം, നെത്തോലി തോരൻ വെക്കണം, ചൂര കറി വെക്കണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഞാൻ ഈ മീൻ കൊണ്ട് സിങ്കിലിട്ടപ്പോഴേ കിറെന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാനിത് എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഈ ഞണ്ടിന് ഇപ്പോഴും ജീവനുണ്ട്. ഞണ്ട് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്, ഇനി ഇറുക്ക് കാലൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അത് വെച്ച് എൻ്റെ കയ്യിലായിട്ട് ഇറക്കിയാലോ. അപ്പോൾ എന്നാലും ജീവനുള്ള ഞണ്ടിനെ എങ്ങനെ ഞാൻ വൃത്തിയാക്കും. അപ്പം ഞാൻ ആ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഞണ്ടിനെ ഇപ്പോൾ തിരിച്ചിട്ട് കാണിച്ചിടാൻ കണ്ട് അതിൻ്റെ ഏതോ ഒരു ബോഡി പാർട്ടിരുന്ന് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുഖത്തിൻ്റെ സൈഡാണ്, മുഖത്തിൻ്റെ താഴെയായിട്ട് വരുന്നൊരു ഭാഗമാണ്. ജീവനുള്ള 2 ഞണ്ടിനും ജീവനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഹാർബറിൽ പോയതുകൊണ്ട് കുറച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടി, അഫോർഡബിൾ റേറ്റിൽ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാനിനിയിപ്പോൾ ഇതെൻ്റെ ഫിഷ് ആ കൊഴിയാളെടുത്ത് ഞാൻ ഫ്രൈ ചെയ്തു. നെത്തോലി എടുത്തൊരു തോരൻ വെച്ച്. നല്ല മഞ്ഞ കളറാണ്, പക്ഷേ വീഡിയോയിൽ ഒരു മങ്ങിയ കളർ കേട്ടോ. പിന്നെ നല്ല വേവുന്ന കപ്പ കുറേ നാളുകൾക്ക് ശേഷം കിട്ടി, അപ്പോൾ അതും വെച്ചു. പിന്നെ ഇതാണ് മീൻകറി. ചൂരക്കറിയുടെ ഗ്രേവി ഫുള്ള് ചേട്ടൻ ദോശയുടെ കൂടെ കഴിച്ചു. പിന്നെ ഞാൻ ഒരു തോരനും വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുമായിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.